അധ്യാത്മരാമായണം, അയോധ്യാകാന്ഡം, വിച്ഛിന്നാഭിഷേകം. പുത്രനു വേണ്ടി ഹോമദാനാദികൾ ചെയ്തു ഭക്തിയിൽ ധ്യാന സമാധിയിലിരിക്കുമ്പോൾ കൗസല്യയുടെ മുന്നിൽ രാമലക്ഷ്മണന്മാർ എത്തിച്ചേർന്നു. സുമിത്ര ഉണർത്തി മകനെ അമ്മ കണ്ടു. രാമൻ വിവരങ്ങൾ അമ്മയെ അറിയിച്ചു. കൗസല്യ തീവ്ര ദുഃഖത്തിലായി. അമ്മയോട് ആശ്വാസവാക്കുകൾ രാമൻ പറയുമ്പോൾ ക്രുദ്ധനായി ലക്ഷ്മണൻ കഠിന വാക്കുകളാൽ താതനെയും കൈകേയിയെയും ശകാരിക്കാൻ തുടങ്ങി. രാമൻ ലക്ഷ്മണനോട് സമാധാനിക്കാൻ പറയുകയും പല പല കാര്യങ്ങളാൽ ഉപദേശിക്കുകയും ചെയ്യുന്നു. ശരീരത്തെയും ആത്മാവിൻ്റെയും ഗുണദോഷ ബന്ധങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അമ്മയെയും സമാധാനിപ്പിച്ച ശേഷം നമസ്കരിച്ചു. അമ്മ മകനെ മടിയിൽ ചേർക്കുന്നു. ധാർമ്മികയാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താധരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവൽ പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ച് ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായത് കണ്ടില്ലേ, ഭൂമിബാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നിറകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദിവരദള ശ്യാമ കളേബരം മന്ദം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകേയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യം ഏവം കേട്ടു കൗസല്യവാരിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കാമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ടുപോയ പശുവിനുള്ളാദി പറഞ്ഞറിയിച്ചിടരുതല്ലോ.
നാടു വാഴേണം ഭരതനെന്നാകിൽ നീ കാടു വാഴണമെന്നുണ്ടോ വിധി മതം. എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപരോടും കുമാരബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞുപോം. തത്ര കൗസല്യ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ലോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാനാകുലമെന്തിതു കാരണം ഉണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രവാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപംക്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷ അഗ്ധമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സനാനന്ദസ്വരൂപനീ ഇന്ദിരാവിഗ്രഹൻ ഇന്ദിവരാഷണീന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാംഗ്രിയുക്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനനിന്ദു ചൂടപ്രിയൻ പന്താരു വൃന്ദമന്ദാരധാരൂപമൻ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സും ഓർക്ക നീ. അഗ്നിസന്തപ്ത ലോഹാസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷു ശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർദ്ധ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്താർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരാധ്രുവം. സ്വൽപ്പസമാനം കളത്ര സുഖം നൃണാം
അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും വന്നു ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതും അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമ കുംഭാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. വ്യാക്രിയെപ്പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം. ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാം റെഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വക്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നതിധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസദാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നത് ഓർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധം അറിയുക നീ. മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ.
ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ കർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതും തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയേക അസുരഭികേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദം മാം ആസ്പദം. സൗമിത്രി തന്നോടീ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകോല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നങ്ങറിഞ്ഞുറച്ചിടണം അമ്മയും. ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ. ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീമ്നി ചേർത്താധരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.